ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ മിക്സിയുടെ ജാറിലോട്ട് വെണ്ടയ്ക്ക അരിഞ്ഞതും പിന്നെ ഒരു പച്ചമാങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലേ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അപ്പോഴിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ ദാണ്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ഒന്ന് വേവിച്ചു. ഇതിനകത്തൊരു വല്ലാത്ത വഴുവഴുപ്പൊക്കെ ഉണ്ട്. ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടേ ആ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴേക്കും ഇതങ്ങ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുമ്പോഴേക്കും അതങ്ങ് സെറ്റ് ആയിക്കോളും. ഇപ്പോൾ ദാണ്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി, ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി നല്ലപോലെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ പരുവം വരയ്ക്ക് ഒന്ന് മതിയാവും. ഇനിയേ നമുക്ക് ഈ പാനിൽ നിന്ന് ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്നൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ആ ഉഴുന്നിൻ്റെയൊക്കെ കളർ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറത്തിലോട്ട് എത്തണം. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാണ്ട് ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ദാണ്ട് ഈ പരുവം വരെ മതിയാവും കേട്ടോ. അപ്പോഴൊരുപാടങ്ങ് കളർ ചേഞ്ച് ആക്കണ്ട, ഇത്രയും കളറൊന്ന് ചേഞ്ച് ആയാൽ മതിയാവും കേട്ടോ. അപ്പം ഇതുപോലൊന്ന് ആകുമ്പോഴേക്കും ഇതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാവേ. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 2 തക്കാളി ഞാനൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പം ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഒന്ന് വഴറ്റി എടുക്കാവേ. തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഉടഞ്ഞു വരുന്ന പാകം വരെ ഒന്ന് വേവിക്കാവേ. ഇപ്പോൾ ദാണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പം ഈ സമയമാകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് അവിടെ ഇരുന്നൊന്ന് തണുത്തോട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടേ നമ്മൾ ഉഴുന്നൊക്കെ വറുത്തെടുത്തില്ലേ, ആ ഉഴുന്നിൻ്റെ ആ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഈ ഉഴുന്നിൻ്റെ മിക്സ് ഒന്ന് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ആക്കി എടുക്കണം, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. ഇപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ദാണ്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന പച്ചമാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ഉള്ളൊരു റെസിപ്പി ആട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഈ പച്ചമാങ്ങയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരച്ച് കൊണ്ടുവരാവേ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമാങ്ങയൊക്കെ കുറച്ചും കൂടെ അരയാനുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് അരച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തക്കാളി വേവിച്ച തക്കാളി ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. അപ്പോൾ അതാണ്ട് ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതാണ്ട് കൺസിസ്റ്റൻസി ഒക്കെ അതാണ്ട് ഇതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തത് നമുക്കിനി വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഈ ബൗളിലോട്ടെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടേ ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഈ വെണ്ടയ്ക്ക കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ, ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഒരു ചെറിയ താളിപ്പും കൂടെ വേണം. അതിനുവേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 4-5 വെളുത്തുള്ളി അല്ലി എടുത്തൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ആ മിക്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം.
നല്ല ചൂട് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.